രാഷ്ട്രീയ വഴി തരൂർ തേടുകയാണെങ്കിൽ അതെന്തായാലും നേരത്തെയൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ സംശയിച്ചതുപോലെ ബി.ജെ.പിയുടെ സംഘി വഴി എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ളത് പോലെ ആ വഴിയല്ല എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ് എനിക്ക് വിഷ്ണുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത്. ശ്രീകുമാർ മനയിൽ, ഇവിടെ ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ച് ഒരു പാർട്ടി മാറ്റം എന്നത് വേണമെങ്കിൽ, ഇപ്പോൾ ബി.ജെ.പിയിലേക്കോ മറ്റോ പോകണമെങ്കിൽ അദ്ദേഹത്തിന് വളരെ മുമ്പ് തന്നെ പോകാമായിരുന്നു. അത്തരം വെല്ലുവിളികൾ നേരിട്ട ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്നതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ തന്നെ അത് മറ്റൊരു ചിന്തയുടെ തുടക്കമാണ് എന്ന സൂചനകൾ നൽകുകയുണ്ടായി. ഇവിടെ ശബരിനാഥനെ പോലെയുള്ളവർ ഭാഗികമായി അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കും ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കോൺഗ്രസിന്റെ മാർഗം? നടപടികളിലേക്കോ വിശദീകരണത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തരൂരിന് പുറത്തേക്കുള്ള വഴി വേഗത്തിലാക്കാൻ നേതാക്കൾ ശ്രമിക്കുമോ? അതോ ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കാനാണോ സാധ്യത? തരൂരിന് പുറത്തേക്കുള്ള വഴികൾക്ക് കൂടുതൽ കാരണങ്ങൾ തേടേണ്ടി വരുമോ? രേണു, ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഈ വർക്കിംഗ് കമ്മിറ്റി അംഗത്തിനെതിരെയൊന്നും അങ്ങനെ നടപടിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കെ.സി. വേണുഗോപാൽ, അതിന് താഴെയുള്ള നേതാക്കൾ ആരും വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ തീരുമാനിക്കേണ്ട, ഒരു പരിധിവരെ പ്രിയങ്കയും കൂടെ തീരുമാനിക്കേണ്ട, ഇവർ 3 പേര് മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ് ശശി തരൂരിനെതിരെ എന്ത് നടപടി വേണമെന്നൊക്കെ. അതിനൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ വാക്കുകളൊക്കെ അത്രയ്ക്ക് അവിടെ മുഖവിലക്കെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ ഇനി എന്ത് എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം നെഹ്റു കുടുംബത്തിന് ശശി തരൂരിന് താല്പര്യമില്ല. കാരണം മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ അങ്ങനെ ഒരു മത്സരം കാഴ്ചവെക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയായിരുന്നു ആദ്യം മുതലേ നെഹ്റു കുടുംബത്തിന് ശശി തരൂരിനോടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ആ ഒരു ആഗ്രഹത്തെ മറികടന്നാണ് അദ്ദേഹം മത്സരിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിൻ്റെ ഗുഡ് ബുക്കിൽ നിന്ന് അദ്ദേഹം പുറത്തായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കോൺഗ്രസിൻ്റെ സിമ്പിളായിട്ട് ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല. അതിനവർക്ക് വേറെ ആളുകളുണ്ട്. അപ്പോൾ പിന്നെ തരൂർ എന്ത് ചെയ്യും? ബി.ജെ.പിയിലേക്ക് പോയിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബി.ജെ.പിയിലേക്ക് അദ്ദേഹം നേരത്തെ പോകാമായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അദ്ദേഹം കേരളം കോൺസെൻട്രേറ്റ് ചെയ്യും. കേരളത്തിലൊരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏതാണ് മുഖം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരാണ് ഇടതുപക്ഷത്തെ മുഖം? എം വി ഗോവിന്ദനോ? ആ കേരളത്തിലെ ഇടതുപക്ഷവും CPM നേരിടുന്നൊരു പ്രതിസന്ധി കൂടേണ്ട ഇതിനകത്ത്. അവർക്കും ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പറ്റിയ മുഖങ്ങളില്ല. അപ്പോഴാണ് ഈ ശശി തരൂരിനെ പോലൊരു ആളുടെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യം എങ്ങനെ അവർക്ക് ഗുണം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശശി തരൂരിനെ പോലെ ഒരു മിഡിൽ ക്ലാസ് അപ്പീലുള്ള ഒരു നേതാവിൻ്റെ പിന്തുണ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് അല്ലെങ്കിൽ വരികയാണെങ്കിൽ അത് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ നേട്ടം ചില്ലറയല്ല. കാരണം ശശി തരൂരിനെ പോലെ ഒരു സ്റ്റേച്ചറുള്ള, ലോകത്തെങ്ങും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കാലം താമസിക്കുകയും അവിടുത്തെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത വലിയൊരു എഴുത്തുകാരൻ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു ഒരാൾ CPM-ന്റെ അല്ലെങ്കിൽ CPM പറഞ്ഞു, നിങ്ങൾ ആലോചിക്കുക, പിണറായി വിജയൻ എന്ന CPM നേതാവിൻ്റെ ഭരണത്തെ ഇത് കൊള്ളാമെന്ന് ശശി തരൂരിനെ പോലെ ഒരാൾ പറയുകയാണെങ്കിൽ അത് ഗ്ലോബലി ഇമ്പാക്റ്റ് ഉണ്ടാകും. ഈ കേരളത്തിന് വെളിയിലുള്ള മലയാളികൾക്ക് പോലും അക്കാര്യത്തിലൊരു ചിന്തയുണ്ടാവും. നിങ്ങൾ CPM-ന്റെ രാഷ്ട്രീയ തന്ത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ ഈ കിടന്ന് ഈ രാഷ്ട്രീയ ചർച്ച കളിക്കുന്ന പോലെയല്ല ഈ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയം കാണുന്നത്. അയാൾ രാഷ്ട്രീയം കാണുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ശശി തരൂരിനെ പോലൊരാൾ, നിങ്ങൾ നോക്കുന്നത് ശശി തരൂരിൻ്റെ ഈ ഒരു ആർട്ടിക്കിൾ വന്നതിന് ശേഷം എത്ര ബിസിനസ് ടൈക്കൂൺസാണ് അല്ലെങ്കിൽ ഇത്ര ബിസിനസ് അതിൻ്റെ CEO-മാരും MD-മാരുമാണ് അദ്ദേഹത്തെ ശരിവെച്ച് രംഗത്തെത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര പേരുണ്ടായിരുന്നു? ഒത്തിരി അധികം ആളുകൾ അത് ഈ ശശി തരൂർ പറഞ്ഞ് ശരിയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തി. ഇത് തന്നെയാണ് CPM ആഗ്രഹിച്ചത്. CPM കൃത്യമായിട്ട് ആഗ്രഹിച്ചത് തന്നെ. കാരണം ഞങ്ങൾ ഈ പറയുന്ന ബംഗാളിലെ പോലെയോ അല്ലെങ്കിൽ പഴയ അച്യുതാനന്ദൻ്റെ കാലത്ത് EMS-ൻ്റെ കാലത്ത് CPM അല്ല. ഞങ്ങളൊരു മോഡറേറ്റ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങൾ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് ബിസിനസ് നടത്തി എന്ത് ലാഭം എടുക്കാം. കാരണം ഞങ്ങൾ ഈ യൂറോപ്പിനെ പോലെയും അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള യൂറോപ്യൻ കൺട്രീസിനെ പോലെയൊക്കെ ഈ പറയുന്ന ലിബറൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ രാഷ്ട്രീയമൊന്നും ഇല്ല എന്നുള്ള ഒരു പരികല്പന അത് പുറത്തേക്ക് വിടുകയാണ്. അത് എയർ ചെയ്യുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതിനെ സാധൂകരിക്കാൻ ശശി തരൂരിനെ പോലെ ഒരാളെ അവർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ രാഷ്ട്രീയ വിജയമാണ് CPM-ന്. അതുകൊണ്ടാണ് ശശി തരൂരിന്റെ ഒറ്റ ലേഖനം തന്നെ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ്. കാരണം ഈ കോൺഗ്രസിനേക്കാൾ മികച്ച ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ ബിസിനസ്സുകാർക്കും
പണം മുടക്കാൻ ആഗ്രഹിക്കുന്ന, മൂലധനം മുടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത്തരം ആളുകൾക്ക് എല്ലാവർക്കും കോൺഗ്രസിനേക്കാൾ മികച്ച ഓപ്ഷൻ CPM ആണ്. കാരണം കോൺഗ്രസിനെ പോലെയല്ല, അത് CPM കൃത്യമായ നേതൃത്വമുണ്ട്. ഒരു കാര്യം തീരുമാനിച്ചാൽ താഴേക്ക് നടത്താനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ കോൺഗ്രസിനേക്കാൾ ഭേദമല്ലേ CPM? ഞങ്ങളുടെ പണം ഇവിടെ മുടക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ ലാഭം കിട്ടാൻ കോൺഗ്രസിനേക്കാൾ നല്ലതല്ലേ CPM എന്ന് ഈ പണം മുടക്കുന്നവർക്ക് തോന്നലുണ്ടാകണം. ആ തോന്നലുണ്ടാകുക എന്നുള്ളതാണ്, തോന്നലുണ്ടാക്കാനുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയനും P. രാജീവൊക്കെ നടത്തുന്നത്. അല്ല നിങ്ങൾ ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടൊന്നുമില്ല. അത് ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ്ങിനെ കുറിച്ചുള്ള ആ കണക്കെടുപ്പ് 2020 തന്നെ കേന്ദ്ര സർക്കാർ നിർത്തി. അതിനുശേഷം ഒരു ഇൻഡെക്സ് ആണ് അവർ കൊണ്ടുവന്നേക്കണം. അതിൽ അച്ചീവേഴ്സ്, ടോപ്പേഴ്സ്, ആസ്പിയേഴ്സ് അങ്ങനെ 3 ഘടകങ്ങളാണ്. അതിൽ ആസ്പിയേഴ്സ് എന്നുള്ള ആ വിഭാഗത്തിലാണ് കേരളം നിൽക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന 2020 ശേഷം നടത്തിയിട്ടില്ല. ശരി, നമ്മളുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ്. അല്ല, നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ കണക്കെടുപ്പ് 2020 ശേഷം ഉണ്ടായിട്ടില്ല. അതിന്റെ പീയൂഷ് ഗോയലിൽ നിന്ന് വ്യവസായ മന്ത്രി അദ്ദേഹം അതിന്റെ ഈ പുരസ്കാരം മേടിക്കുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. എന്തായാലും ഇനി തർക്കിക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ശ്രീകുമാർ മനയിൽ നമ്മൾക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നു. ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് മാറിയുള്ള തരൂർ നടത്തുന്ന പ്രസ്താവനകളുടെ തുടർച്ചയാണോ അതോ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നിലപാടാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. വളരെ